ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 10ാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കുന്നത് കെമിസ്ട്രിയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, റിഗാർഡിംഗ് ദ ആറ്റം ഓഫ് എ കെമിക്കൽ എലമെൻറ്റ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെഫേഴ്സ് ടു. അതായത് നമുക്കൊരു കെമിക്കൽ എലമെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്ന സമയം നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. 4 ക്വാണ്ടം നമ്പേഴ്സും ഓരോരോ കാര്യങ്ങളെയാണ് റെഫർ ചെയ്യുന്നത്. നമ്മൾ പ്ലസ് 2 സയൻസ് എടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണിത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ബട്ട് നിങ്ങൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ആ 4 ക്വാണ്ടം നമ്പേഴ്സും ഓരോരോ കാര്യങ്ങളെ റെഫർ ചെയ്യുന്നു എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓറിയൻറ്റേഷനാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഷെയ്പ്പാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സൈസാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്പിന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകിൽ നിന്ന് തന്നെ പോരാം. സ്പിന്നിനെ റെഫർ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ MS ആണ്. ഇനി സൈസിനെ റെഫർ ചെയ്യുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ N ആണ്. ഷെയ്പ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. പിന്നീട് ലാസ്റ്റ് വൺ നമ്മുടെ ചോദ്യത്തിലുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ 3 ഓപ്ഷനും അല്ല, 4ാമതേ ഉള്ള നമ്മുടെ ഓറിയൻറ്റേഷനെയാണ്. നിങ്ങൾ ഈ ഒരു 4 കാര്യം പഠിച്ചു വെക്കുക. ഓരോ ക്വാണ്ടം നമ്പേഴ്സും എന്താണ്, അത് എന്തിനെ റെഫർ ചെയ്യുന്നു എന്നുള്ളത്. ബിക്കോസ് ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് PSCക്ക് ആണെങ്കിലും നല്ല നല്ല എക്സാംസിന് വരാൻ വളരെ സാധ്യതയേറിയ ചോദ്യങ്ങളാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 2ാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിലേതാണ് ശരിയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ലിക്വിഡ് സോഡിയം ഈസ് എംപ്ലോയ്ഡ് ആസ് കൂളൻ്റ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. അതായത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് ലിക്വിഡ് സോഡിയം. രണ്ടാമത്തെ ഓപ്ഷൻ, കാൽസ്യം കാർബണേറ്റ് നമ്മുടെ ചുണ്ണാമ്പ് കല്ല് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ടൂത്ത് പേസ്റ്റ്. നമ്മുടെ ടൂത്ത് പേസ്റ്റിനകത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാൽസ്യം കാർബണേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? അല്ല, തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത്, ബോർഡോസ് മിക്സ്ചർ കൺസിസ്റ്റ് ഓഫ് സോഡിയം സൾഫേറ്റ് ആൻഡ് ലൈം. നമ്മുടെ സോഡിയം സൾഫേറ്റ് ആണോ ബോർഡോസ് മിക്സ്ചറിനകത്തുള്ളത്? സോഡിയം സൾഫേറ്റ് അല്ല നമുക്കുള്ളത്, പകരം എന്താണ്, കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ബോർഡോസ് മിക്സ്ചറിനകത്തുള്ളത്. കോപ്പർ സൾഫേറ്റ്, ക്വിക്ലൈം, പിന്നീട് വാട്ടർ, ഇത് 3 കൂടി ചേരുന്നതാണ് ബോർഡോസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സിങ്ക് അമാൽഗം ആർ യൂസ്ഡ് ആസ് ഡെൻ്റൽ ഫില്ലിംഗ്. ഡെൻ്റൽ ഫില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന അമാൽഗം എന്താണ്? സിങ്ക് അമാൽഗമാണോ? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ അമാൽഗമാണ് ഡെൻ്റൽ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലിക്വിഡ് സോഡിയമാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ലിക്വിഡ് സോഡിയം മാത്രമല്ല ഉപയോഗിക്കാറുള്ളത്, ഹെവി വാട്ടർ ഉപയോഗിക്കാറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, മെർക്കുറി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല വസ്തുക്കൾ ഈ പറയുന്നത് പോലെ നമ്മുടെ കൂളൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, ഇനി നമ്മൾ ഒരു ചോദ്യം വരുവാണ്, എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മുടെ നോർമൽ വെള്ളമുണ്ടല്ലോ, വാട്ടർ, അതെന്തുകൊണ്ടാണ് കൂളൻ്റായിട്ട് ഉപയോഗിക്കാത്തത് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ, ബിക്കോസ് ഈ ഒരു വെള്ളത്തിനൊരു പ്രശ്നമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ മോഡറേറ്ററായിട്ട് ആക്ട് ചെയ്യും. കൂളൻ്റായിട്ട് ആക്ട് ചെയ്യേണ്ടതിന് പകരം ഒരു ന്യൂട്രോൺ മോഡറേറ്ററായിട്ട് ആക്ട് ചെയ്യുകയും അത് ഫാസ്റ്റ് ന്യൂട്രോൺസിനെ തെർമൽ ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ബേസിക്കലി ഇത്രയും നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. വെള്ളം കൂളൻ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂളൻ്റായിട്ട് ആക്ട് ചെയ്യേണ്ടതിന് പകരം അതൊരു മോഡറേറ്ററായിട്ട് ആക്ട് ചെയ്യും. അത് ഫാസ്റ്റ് ന്യൂട്രോൺസിനെ സ്ലോ ആക്കുകയും അതിനെ തെർമൽ ന്യൂട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അത്രയും നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 3ാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് ഗ്ലാസ് ക്യാൻ കട്ട് ഓഫ് അൾട്രാവയലറ്റ് റേസ്. നമുക്കിവിടെ 4 ഗ്ലാസ്സുകൾ തന്നിട്ടുണ്ട്, അതിലേതാണ് അൾട്രാവയലറ്റ് റേസിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഗ്ലാസ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ 1ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഡ ഗ്ലാസ് ആണ്. സോഡ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വീടിൻ്റെയൊക്കെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് സോഡ ഗ്ലാസ്. അല്ലെങ്കിൽ നമ്മുടെ ഈ കുപ്പികളൊക്കെ ഇല്ലേ, ചില്ലു കുപ്പികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് സോഡ ഗ്ലാസ്. ഈ സോഡ ഗ്ലാസ് UV റേസിനെ തടഞ്ഞു നിർത്തുമോ? ഇല്ല. ഇനി നമ്മുടെ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പൈറസ് ഗ്ലാസ് ആണ്. എന്താണ് പൈറസ് ഗ്ലാസ് എന്ന് പറയുന്നത്? പൈറസ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇൻഡസ്ട്രിയൽ ഇക്വിപ്മെൻറ്റ്സും നമ്മുടെ തെർമോമീറ്ററൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് പൈറസ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് പൈറസ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇക്വിപ്മെൻറ്റ്സും അതുപോലെ തന്നെ തെർമോമീറ്റേഴ്സും ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്
പൈറസ് ഗ്ലാസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ ഈ ടെമ്പറേച്ചർ, കെമിക്കൽ, ഇലക്ട്രിസിറ്റി റെസിസ്റ്റൻസ് ഒക്കെ കൊണ്ടാണ്. അങ്ങനെയുള്ള പൈറസ് ഗ്ലാസ് ആണോ നമ്മുടെ UV റേസിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ജനാ ഗ്ലാസ്. ഒക്കെ തൽക്കാലം നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മുടെ പൈറസ് ഗ്ലാസ് പോലെ തന്നെയുള്ള ഒന്നാണ് ജനാ ഗ്ലാസ് എന്ന് പറയുന്നതും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഷോക്ക് അബ്സോർബൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് നമ്മുടെ ജനാ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് കെമിസ്ട്രി, അതുപോലെ തന്നെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പർപ്പസസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഗ്ലാസ്സാണ് ജനാ ഗ്ലാസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഏകദേശം ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ പൈറസ് ഗ്ലാസ്സിന് തുല്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏകദേശം പ്രോപ്പർട്ടി ഒക്കെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ്സാണ് ജനാ ഗ്ലാസ്. എക്സ്ട്രാ ഒരു ഷോക്ക് അബ്സോർബൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണെന്ന് കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് ചോദിക്കുമായിരിക്കും. ചിലപ്പോൾ താഴെ നിന്നിരിക്കുന്നത് ഏതാണ് ഷോക്ക് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഗ്ലാസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് ജനാ ഗ്ലാസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത് നമ്മുടെ ഓപ്ഷൻ ഡി എന്താണ്? ക്രൂക്സ് ഗ്ലാസ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള 3 ഓപ്ഷൻ നമ്മുടെ ഉത്തരമല്ലാതാകുമ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ക്രൂക്സ് ഗ്ലാസ് ആണ്. എന്താണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഗ്ലാസസ് ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ സൺഗ്ലാസിനൊക്കെ വേണ്ട ഒരു പ്രത്യേകതയാണ് അൾട്രാവയലറ്റ് റേസിനെയൊക്കെ തടഞ്ഞു നിർത്തുക, നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ക്രൂക്സ് ഗ്ലാസ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾസ് പ്രൊഡ്യൂസ് വൺ ഓഫ് ദ ഫോളോവിങ് ആസ് എക്സോസ്റ്റ്. അത് നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വാഹനങ്ങളുണ്ട്. അവ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് അതിൻ്റെ എക്സോസ്റ്റായിട്ട് പുറന്തള്ളുന്നത് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? നമ്മളെപ്പോഴും കാണുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ എക്സോസ്റ്റായിട്ട് എപ്പോഴും പുറത്ത് വരുന്നത് നമ്മുടെ സാധാ ജലമായിരിക്കും, H2O ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. അത് നമ്മളെപ്പോഴും വാർത്തയിൽ കാണുന്നതാണ്. സോ അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൈൻഡ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള വെഹിക്കിൾസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ 5ാമത്തെ ചോദ്യം ഇതാണ്. ദ ഫങ്ഷൻ ഓഫ് ഹെവി വാട്ടർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഈസ്. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ D2O ഫങ്ഷൻ എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺസ്, അതായത് ഒരു മോഡറേറ്ററായിട്ട് നമുക്ക് ഹെവി വാട്ടറിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ കൂൾ ഡൗൺ ദ റിയാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഹെവി വാട്ടർ ഉണ്ടല്ലോ, ഹെവി വാട്ടർ നമ്മൾ ഒരേ സമയം നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ടറുകൾക്കനുസരിച്ച് ഇപ്പോൾ നമുക്ക് PHWR റിയാക്ടർ ഉണ്ട്. അതായത് നമ്മുടെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന PHWR റിയാക്ടറുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരേ സമയം നമ്മുടെ ഹെവി വാട്ടർ കൂളൻ്റായിട്ടും മോഡറേറ്ററായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് രണ്ടും നമുക്ക് കൂളൻ്റായിട്ട് ഉപയോഗിക്കാമെന്നും പറയാം, മോഡറേറ്ററായിട്ട് ഉപയോഗിക്കാമെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ റിയാക്ടറുകളിലും തന്നെ ഹെവി വാട്ടർ മോഡറേറ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്ലോ ഡൗൺ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ന്യൂട്രോൺസിനെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, ഇതിൻ്റെ ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത് എ ആണ്. ബട്ട് ഈ പറയുന്നത് പോലെ PHWR റിയാക്ടറുകൾ അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിലൊക്കെ നമ്മുടെ ഹെവി വാട്ടർ ഒരേ സമയം കൂളൻ്റായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതൊക്കെ ഈ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ള 10-15 കൊല്ലം മുന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ ഇത്രയും എനിക്കറിയില്ല എൻ്റെ കാര്യങ്ങൾ കറക്റ്റ് എക്സാക്ട്ലി എന്തുകൊണ്ടാണ് അങ്ങനെ ഈ 2 ഓപ്ഷൻ കൊടുത്തതെന്നൊക്കെ. ഇനി ഒരു പക്ഷേ നമുക്കറിയാലോ, ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തന്നെ, ഇപ്പം UPSCയുടെ ആയിക്കോട്ടെ, ഇപ്പം ഏതൊരു എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തന്നെ ഇതുപോലെയുള്ള ചില മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ വരാറുള്ളത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണമെന്നും ഡെഫിനറ്റ്ലി അത് എന്നെ അറിയിക്കണമെന്നും ഞങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.